ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. ഭഗവാന്റെ കഥാമൃതത്തെ ഭക്തരിലേക്ക് പകർന്നു നൽകുന്ന ഭഗവാന് പരമപ്രിയപ്പെട്ട ഭഗവാന്റെ ഗോപിക സ്വസ്തിക പാർവതിജിയുടെ നേതൃത്വത്തിൽ ശ്രീ രാധേയം എന്നൊരു ഭജൻ ഗ്രൂപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരം അറിയാൻ സാധിച്ചു. വളരെയധികം അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ആശീർവാദങ്ങളും വിജയവും നേരട്ടെ. ശ്രീ രാധേയം ഭജന സമിതിയുടെ നേതൃത്വത്തിൽ 2026 ഫെബ്രുവരി 3 10 മണി മുതൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭഗവാന്റെ ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയിൽ പവിത്ര സന്നിധിയിൽ ഗുരുവായൂരപ്പൻ്റെ ചാരത്തിരുന്ന് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നാദബ്രഹ്മത്തെ അനുഭവിക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇതൊരു ഭാഗ്യമാണ്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഭക്തിയുടെ രൂപത്തിലാണ്. ഭഗവാൻ പറയുന്നു, എത്ര ഗായന്തി മക്ഭക്ത തത്ര തിഷ്ഠാമി നാരദ എന്നാണ്. എവിടെയാണോ എൻ്റെ ഭക്തന്മാരൊന്നിച്ച് എൻ്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നത് അവിടെയാണ് ഞാൻ. ഇപ്പോൾ കലിയുഗത്തിൽ നാമത്തിനാണ് മഹാത്മ്യം നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ഈ ഭജനയിൽ പങ്കെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ കൃഷ്ണാനുഗ്രഹം നേടിക്കൊണ്ട് ധന്യധന്യമായ പവിത്രമായ അനുഗ്രഹീതമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കരുത്ത് നേടണം. പുതുവർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറ്റാൻ ശ്രീ രാധേയം ഭജന സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ അനുമോദനങ്ങളും. ഒരിക്കൽ കൂടി ശ്രീ പാർവതിജിയുടെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭക്തന്മാരിലേക്ക് എത്തി നല്ലൊരു ഭക്തലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. എല്ലാ അനുമോദനങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും വിജയവും നേരുന്നു. ഭഗവാൻ ഗുരുവായൂരപ്പൻ നമുക്ക് ശക്തിയും ഭക്തിയും ബുദ്ധിയും ശ്രദ്ധയും തന്ന് അനുഗ്രഹിക്കട്ടെ. ഹരി ഓം. പ്രണാമം.